യൂനുസ് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കടയിൽ നിന്ന് ഒരു തുണി വാങ്ങി പോകുന്ന ഒരു കസ്റ്റമർ ആ തുണി വാങ്ങി പോകുന്ന സമയത്ത് മഹാനവറുകൾ കച്ചവട സ്ഥാപനത്തിലില്ല, തന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇരുത്തി പോന്നതാണ്. തുണി കണ്ടപ്പോ ചോദിച്ചു, ബികം ഹാദാ, എത്രക്ക് നിങ്ങൾ വാങ്ങിച്ചത്? അയാൾ പറഞ്ഞു, ബി 400 ദിർഹം, 400 ദിർഹമിനാണ്, 400 വെള്ളി നാണയങ്ങൾക്കാണ്. അന്ന് സ്വർണ്ണ നാണയം വെള്ളി നാണയമാണ്, ദിർഹം വെള്ളിയാണ്, ദീനാർ സ്വർണ്ണമാണ്. 400 ദിർഹം, 400 വെള്ളി നാണയങ്ങൾക്ക്. അവര് പറഞ്ഞു, യാ അല്ലാഹ്, ഇതിനാകെ 200 വിലയുള്ളൂ, നിങ്ങൾ എന്തിനാ 400 കൊടുത്തത്? പഠിച്ചോനെ, എന്റെ നാട്ടിൽ 600 കിട്ടൂല എന്ന് പറഞ്ഞ, എന്റെ നാട്ടിൽ 600 കിട്ടൂല, പിന്നെ കിട്ടിയത് ലാഭമല്ലേ ഇവിടെ. അദ്ദേഹം പറഞ്ഞു, വാ, ഇല്ലല്ല, ഇതിന് 200 വിലയുള്ളൂ, വാ. പൊന്നാര സഹോദരൻ, നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത്? ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ, വാ എന്ന് പറഞ്ഞു. കൊണ്ടുപോയി ജ്യേഷ്ഠന്റെ മോനോട് ചോദിച്ചു, ചെവിക്കുന്നിക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എത്രക്ക് അയാൾക്ക് വിറ്റത്? ഞാൻ 400 എന്ന് പറഞ്ഞു. മൂപ്പര് ഓക്കെ എന്ന് പറഞ്ഞു. അത് അള്ളാന്റെ അടുത്ത് ഓക്കെ അല്ല, കൊടുക്കുക, ബാക്കി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, തിരിച്ചു കൊടുക്കുക പൈസ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ 400ന്റെ വിലയുള്ള തുണി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, എന്റെ കച്ചവടം ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. കച്ചവടം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ. അബൂ അബ്ദുല്ലാഹിൽ ഖയ്യാത്ത് റളിയല്ലാഹു അൻഹു വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുന്ന ഒരു ടൈലറാണ്. വസ്ത്രം നെയ്തു കൊടുക്കും. കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, കുറെ ആളുകൾ ചോദിച്ചു വാങ്ങിച്ചു പോകും. അന്നൊരിക്കൽ വസ്ത്രം വാങ്ങാൻ വേണ്ടി നിത്യം അവരെ സന്ദർശിക്കുന്ന ഒരു ജൂസിയുണ്ട്. ഇറാനിയായ ഒരു പേർഷ്യക്കാരനായ തീ ആരാധിക്കുന്നവര്. അയാൾ വന്നിട്ട് സ്ഥിരം കസ്റ്റമർ, ഒരു കന്തുറ വേണം, അല്ലെങ്കിൽ ഒരു കുപ്പായം വേണം, അത് നെയ്തു കൊടുക്കും, അത് വാങ്ങിച്ചു പോകും, പൈസ കൊടുക്കും, വാങ്ങിച്ചു പോകും. ഒരിക്കൽ അസ്ർ നിസ്കാരത്തിന് പോയപ്പോ സ്വന്തം ശിഷ്യനെ കടയിൽ നിർത്തിയിട്ട് പോയതാണ്. ഇയാൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു. എന്റെ ഡ്രസ്സ് എവിടെ കൊടുത്തു. ഡ്രസ്സ് കൊടുത്തപ്പോ ഇയാള് തിരിച്ച് പൈസ കൊടുത്തു. കൊടുത്ത പൈസ എന്താണ്? ഫേക്കാ, കള്ളനാണയായിരുന്നു. കള്ളനാണയം, കള്ളനോട്ടെന്നൊക്കെ പറയില്ലേ, അത് കള്ളനാണയമാണ്. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, തരൂല, കള്ളനാണയത്തിന് തരാൻ പറ്റൂല, സാധനം താ, പിന്നെ വന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞയച്ചു. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ മഹാനായ അബൂ അബ്ദുല്ലാഹിൽ ഖയ്യാത്ത് റഹിമഹുല്ലാഹയോട് ശിഷ്യൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, വസ്ത്രം ഞാൻ കൊടുത്തുവിന് തിരിച്ചു മേടിച്ചു. എന്തേ? ആള് കള്ളനാണയ തന്നത്, ഞാൻ വാങ്ങിച്ചില്ല. സൈഫ് എന്ന് അറബിയിൽ പറയാം, മുസയ്യഫ്. എന്തേ സഹോദരങ്ങൾ അത് ചെയ്തത്? പൊന്നു ശിഷ്യ, ഞാനും അയാളും കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. ഈ 1 വർഷത്തിനിടയ്ക്ക് അയാൾ എനിക്ക് തന്ന മുഴുവൻ നാണയം കള്ളനാണയാണ്. അത് ഞാൻ വാങ്ങിച്ചൊരു കിണറ്റിൽ കൊണ്ടുപോയി എറിയല. ഇനി ഇവൻ വേറെ ആരെയും കൊണ്ടുപോയി പറ്റിക്കണ്ട, ഞാനോ പറ്റിക്കപ്പെടുന്നുണ്ട്, ഇനി ഇവൻ വേറെ ആരെ വഞ്ചിക്കരുത് വിചാരിച്ച് ഞാനതെടുത്ത് കിണറ്റിൽ എറിയറാ ചെയ്യാറ്. നീ എന്തിനവരെ പറഞ്ഞ വേറെ ആരെയും കൊണ്ടുപോയി വഞ്ചിക്കൂലേ? സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് ഈ പാരമ്പര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമൂഹം, ആരെയും വഞ്ചിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം. എന്തിനായി ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം. ജനങ്ങളുടെ കയ്യുടെയോ ജനങ്ങളുടെ അടുത്ത് കാശ് വാങ്ങി അതൊന്നുമല്ല വേണ്ടത്. ചെയ്യുന്നത് സത്യസന്ധമാണോ? ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം, ഇത് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ മാപ്പ് ചെയ്തു കൊടുക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു കൊടുക്കുന്നവർ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു കുറെ നാൾ ഒരു മരുഭൂമിയിൽ അവരെ കുറെ കാലം അവിടെ താമസിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല ഇന്നത്തെ സിറിയയുടെ പല ഭാഗങ്ങളിലായിട്ട്, ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അവർ ജീവിച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈന്യത്തിൽപ്പെട്ട ഒരാൾ കൂട്ടം തെറ്റിയിട്ട് വന്നു, ഒരു പട്ടാളക്കാരൻ. അയാൾ ചോദിച്ചു, ഐനൽ ഉംറാൻ, എവിടെ മനുഷ്യന്മാരൊക്കെയുള്ള സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. സിറ്റി, നഗരം എവിടെയാന്നൊക്കെ ചോദിക്കുന്ന പോലെ, ടൗൺ സെന്റർ ഏതാ വഴിയെന്ന് ചോദിക്കുന്ന പോലെ, ഐനൽ ഉംറാൻ, ജനങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടപ്പുറത്തൊരു ഖബർസ്ഥാനുണ്ട്. അവിടെ ഉണ്ടല്ലോ എന്നാണ്, കുറെ മനുഷ്യന്മാരുടെ കിടക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതല്ല ചോദിച്ചത്, ഐനൽ ഉംറാൻ, മനുഷ്യന്മാരെവിടെ? ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ. അവർ പറഞ്ഞു, ഏറ്റവും പാഠം പഠിക്കാൻ, കണ്ടുപഠിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ ഇവിടെ കിടക്കുന്നവരാ, നീ കണ്ടുപഠിച്ചോന്ന. ഈ പട്ടാളക്കാരൻ അറിയില്ല ഇത് ഇബ്രാഹിം അദ്ദേഹം എന്ന് പറയുന്ന മഹാമനുഷ്യനാണെന്ന്. ദേശം വന്നിട്ട് അടി കൊടുത്തു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് ആ അടിയിൽ തലയ്ക്കൊരു പൊട്ടുപറ്റി. അവിടെ കടന്നു ബഹുമാനപ്പെട്ടവർ. കടന്നപാട് ദുആ ചെയ്തു, യാ അല്ലാഹ്, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ പടച്ചോനെ, എന്നെ അടിച്ച മനുഷ്യന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇയാള് ഞെട്ടി, എന്താ അടി കൊടുത്തിട്ട് ദുആരക്കെ
പിന്നെ ആരോടൊക്കെ ചോദിച്ച് ഇയാൾ വഴി അറിഞ്ഞു ടൗണിലേക്ക് എത്തിയപ്പോൾ കൂടുതലുള്ള പട്ടാളക്കാർ ചോദിച്ചു എങ്ങനെ വഴി കിട്ടിയത്? ഞാൻ ആകെ കുടുങ്ങിയിരുന്നു. ഞാൻ ഒരാളോട് ചോദിച്ചു, അയാൾ എന്നെ കുറെ സ്വീപ്പാക്കി. വഴി എവിടെ ചോദിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് കാണിച്ചു. ഞാനൊരു അടി കൊടുത്ത് പോന്നിട്ടുണ്ട്. പടച്ചോനെ, നീ ആ അടിച്ച മനുഷ്യൻ, അവിടെ കണ്ട മനുഷ്യൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങളാവാൻ സാധ്യതയുണ്ട്. ഞാൻ അവരെയാണോ ഈ ചെയ്തത്? ഓടിച്ചെന്നു, കുതിരയെടുത്ത് ഓടിച്ചെന്ന് ഇതേ സ്ഥലത്ത് ചെന്ന് കിടക്കുമ്പോ കുറെ ശിഷ്യന്മാരൊക്കെ ചെന്ന് പിന്നാലെ. ബഹുമാനപ്പെട്ട ശൈഖ് അവരോടുണ്ട്. കാലിക്കൽ വീണ് മാപ്പ് ചോദിച്ചു. ഞങ്ങൾക്ക് എന്നോ മാപ്പ് തന്നിട്ടുണ്ടല്ലോ, എന്തിനാ ഈ മാപ്പ് അപേക്ഷയൊക്കെ? അല്ല, ഞാൻ നിങ്ങളെ അടിച്ചപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരന്ന് ഞാൻ കേട്ടിരുന്നല്ലോ. അപ്പോ എന്തേത്? ഒന്നല്ല, ഈ ജാതി അടി കിട്ടിയാൽ അള്ളാഹു എനിക്കതിന് കൂലി തരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ കാരണം എനിക്കുള്ള കൂലി തരാം, പിന്നെ ഞാൻ കാരണം നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുക അത് പാടില്ലല്ലോ. നിങ്ങളൊരു ഉപകാരം ചെയ്തില്ലേ, ഞാൻ അങ്ങോട്ട് ഉപകാരം തരാണ്, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരട്ടെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലേ, ഒരു വേദന, ആ വേദനക്കല്ല കൂലി തരൂലേ, അതിന് നിങ്ങൾക്കൊരു ഉപകാരം ഞാനും തരണ്ടേ? അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരണ്ടേ? ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല മുസ്ലിം സമൂഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ഇന്റലക്ച്വൽ ഗ്രോത്ത്, നമ്മുടെ ബുദ്ധിപരമായ സാംസ്കാരികമായ ആ ഒരു ഔന്നിത്യം, ഇതാണ് ഇസ്ലാമിന്റെ ലെഗസി എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ പാരമ്പര്യം ഇതാണ്. എല്ലാം ജീവിച്ചത് പടച്ചോന് വേണ്ടിയാണ്. മനുഷ്യന്മാരിൽ ഒരു പ്രശ്നമില്ല, ആരും എന്തും ചെയ്തോട്ടെ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചില കാശ് ഏതോ ഒരു കള്ളൻ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയപ്പോ ആളുകൾ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൻ, ആ മോഷണം ചെയ്തു കൊണ്ടുപോയ മനുഷ്യൻ അള്ളാഹുവിന്റെ ശിക്ഷ വരട്ടെ. നിങ്ങൾ ദുആരക്ക് ഞങ്ങൾ കാമ്യം പറയാം. വളരെ മെലിഞ്ഞ മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്, ഖുർആൻ എഴുതി വെച്ചിരുന്ന സഹാബിയാണ്, കാത്തിബ് സിദ്ദ് റസൂലില്ലാഹ്, വിശുദ്ധ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. കാലിന്റെ അടിഭാഗം അർശിൽ തട്ടി എന്ന് റസൂൽ പറഞ്ഞ സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല. വലിയ മഹാനാണ്. അബൂജഹലിന്റെ ആ യുദ്ധത്തിൽ തല വലിച്ചു കൊണ്ടുവന്ന സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല. എന്താ ദ്വാരക്കെന്നറിയോ? സ്വന്തം പോക്കറ്റ് അടിച്ചു പോയത്. നമ്മളൊക്കെ മൊബൈലുള്ള കട്ടെടുത്ത് എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എങ്ങനെയൊക്കെ ദ്വാരക്കും? പടച്ചവൻ എടുത്തി വീണ, വണ്ടി കുത്തിയോ, എന്തൊക്കെ നമ്മൾ ദ്വാരക്കൂലേ? ഒരു ഉപദ്രവം ചെയ്താൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അങ്ങ് ദ്വാരുന്നു, എനിക്ക് ഞാൻ ദ്വാരക്ക, അന സാഹിബുൽ മാൽ, സമ്പത്ത് എന്റേതാ, ഞാൻ ദ്വാരക്ക, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ. ആമീൻ പറയാം. എന്താ ദ്വാരെന്ന് അറിയോ? അല്ലാഹുമ്മ പടച്ചവനെ, ഇൻ കുൻത തഅലം അന്നല്ലദീ സറഖ മാലി മുഹ്താജുൻ ഇലൈഹി ഫബാരിക് ലഹു ഫീഹി യാ റബ്ബ്. പടച്ചവനെ, എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയവൻ, അവൻ അത്യാവശ്യമുണ്ടായിട്ട് മോഷ്ടിച്ചതാണെങ്കിൽ അവൻ കൊണ്ടുപോയ സ്വത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇനി അവൻ മോഷ്ടിച്ചത് എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്, അവൻ ആ പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ വെറുതെ ബുദ്ധിമുട്ടാക്കാൻ ചെയ്തതാണെങ്കിൽ ഫജ്അൽഹു ആഖിറ ദംബിൻ യർതകിബുഹു ഫീ ഹഖ്ഖിക യാ അല്ലാഹ്. ഇനി ഒരിക്കൽ മറ്റൊരു തെറ്റ് ചെയ്യാൻ ഒരു അവസരം ഇയാൾക്ക് കൊടുക്കരുത് പടച്ചവനെ, അവനെ നന്നാക്കി കൊടുക്കണമേ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിശാല മനസ്സ് ഒരു സത്യവിശ്വാസിക്ക് കിട്ടിയപ്പോ, ഇഖ്ലാസിൽ ജീവിക്കുമ്പോ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുമ്പോ. മനുഷ്യന്മാര് പലതും പറയും, മനുഷ്യന്മാരുടെ വാക്ക് കേട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ആളുകൾ ഭ്രാന്താക്കും, ഓരോന്ന് പറഞ്ഞിട്ടും ചോദിച്ചിട്ടും. നല്ല നിലയ്ക്ക് ജീവിക്കുന്ന മനുഷ്യൻ അതൊരു വീക്ക്നെസ് ആണ് മനുഷ്യന്മാരെ വിചാരിക്കുക. എപ്പോഴും പറയാറുണ്ട് അങ്ങനെ, സ്ത്രീധനൊന്നും വാങ്ങാതെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് തീരെ വില ഉണ്ടാവില്ല. ആ മരുമോൻ, ആ പുരയിലോ കുടുംബത്തിലോ വിലല്ല. ശരിക്കും അയാൾക്കല്ലേ വില കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. അവനൊരു സാമർത്ഥ്യമൊന്നുമില്ല, 5 വയസ്സ് വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വിഷയം അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ആ വിഷയം ശരിക്കും ഒരാളെ ഡിപ്രസ്ഡാക്കി കളയും, നമ്മൾ ഡെസ്പെയർ ആക്കി കളയും. സുബ്ഹാനല്ലാഹ്. നന്മയെ അള്ളാഹുവിന് വേണ്ടി നന്മയെ സ്നേഹിക്കുക. നന്മ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിലാവെളിച്ചത്തില് മക്കയിൽ ഒരാൾ ഇങ്ങനെ മല പൊത്തിപ്പിടിച്ച് കയറി പോകുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, യാ അല്ലാഹ്, ഈ പാതിരാത്രി ഏത് മനുഷ്യനായി പാറയ്ക്ക് പൊത്തിപ്പിടിച്ച് കയറി പോണത്? ചെന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി നിങ്ങൾ എങ്ങോട്ടായി പോണത് രാത്രി സമയത്ത്? ഒന്നുമല്ല സിദ്ദീഖ്, ഈ മലയുടെ അപ്പുറത്തെ കുറച്ച് യാത്രക്കാർ വന്ന് വിശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. ഒരു യമനിൽ നിന്ന് വരികയാണ്, ഒരു ഷാമിലേക്ക് പോവാണ്, ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവാ. അവർ നാളെ രാവിലെ സ്ഥലം വിടും.
അപ്പൊ രാത്രിക്ക് രാത്രി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലോ, നേരം കൊടുക്കാൻ നിന്ന് അവർ പോയി പോകും. അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് വല്ലതും പഠിപ്പിച്ചു കൊടുക്കട്ടെ. ആര്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളാരും വിളിക്കാതെ വേദ പറയേണ്ട ആൾക്കാരായി വേദ പറയേണ്ടവർ. നിങ്ങളാരും വിളിക്കാതെ, ഒരു സംവിധാനം ഒരുക്കാതെ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് കേട്ടോളി അള്ളാന്റെ ദീൻ അലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞ് വേദ തുടങ്ങേണ്ട ആൾക്കാരാണ്. നമ്മൾ പള്ളിയിലൊക്കെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഉസ്താദ്മാർ വേദ പറയണേ, അപ്പൊ വിളിച്ചിട്ടൊന്നും വന്നതാവില്ല, ആയിക്കോട്ടെ. അങ്ങനെ പോയി വേദ പറയേണ്ടവരാ. അങ്ങനെ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരേണ്ട ആൾക്കാരാ, പഠിച്ച ആൾക്കാർ. വേദ പറയുന്നവരൊക്കെ അങ്ങനെയാ വേണ്ടത്. പിന്നെ ഇപ്പൊ എന്താ എല്ലാം കോലം കെട്ടിയ കൂട്ടത്തിലേ ഇതിലും വലിയ കോലം കെട്ടൊക്കെ വന്നു എന്നാ തോന്നുന്നത്. നമുക്കിതൊക്കെ വലിയ കലാപരിപാടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുലേക്ക് അടുക്കാൻ കുറച്ച് ചിന്തകൾ കിട്ടണം, അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് അടുക്കണം. ഇതാണ് ഈ വാദിന്റെ ഒക്കെ ലക്ഷ്യം. അത്രേ അതിന് വേണ്ടു, അതതിന് വേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ വിഷമങ്ങളൊക്കെ സഹിക്കാം. വലിയ വലിയ വിഷമങ്ങളൊക്കെ അള്ളാഹിന്റെ റസൂലും സ്വഹാബികളൊക്കെ സഹിച്ചില്ലേ, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. സാരല്ല, നമുക്ക് മൈക്ക് വെച്ചിട്ടല്ലേ പറയണത്. അന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം 2 മൈൽ അപ്പുറത്തേക്ക് കേട്ടിരുന്നു, ഒരു ആംപ്ലിഫയറും ഒരു മൈക്കും ഇല്ലാതെ. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇല്ലാ ഇബാദകൽ മുഖ്ലസീൻ, അള്ളാഹുവേ നിനക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ എനിക്ക് പഴപ്പിക്കാൻ പറ്റൂല. ഇബ്ലീസ് പറയാം, നിനക്ക് വേണ്ടി ചെയ്യുന്നവർ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് മദീനത്തെ പള്ളിയിൽ അവര് ഖലീഫയായിരുന്ന കാലത്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും പോകും, പുറത്തു പോകും. ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്യും. നമ്മളങ്ങനെയാണല്ലോ, ഒരാൾ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആളെ വാച്ച് ചെയ്യാൻ തുടങ്ങും. ഇവരെന്താ എടുക്കുന്നത്, എന്താ പറയുന്നത്, എവിടെയാ പോകുന്നത്, എന്താ വാഹനം, എന്താ പോരാ, എന്താ നാട്, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. ഒരാളെ സ്വാഭാവികമാണ്. അറിയപ്പെട്ടു തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരിങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും. അതിന്റെ ആവശ്യമില്ല, വേദോട്ട് പോയാൽ മതിയാവും. പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന. സിദ്ദീഖ് തങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസയുണ്ടായി, വലിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ അന്ന് തീരുമാനിച്ചു, നാളെ സിദ്ദീഖ് തങ്ങൾ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ ഫോളോ ചെയ്യണം. എങ്ങോട്ടാ പോണത് എന്നറിയാൻ. അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട്. ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തം. നടന്ന് ഒരുപാട് ദൂരം എത്തിയപ്പോ ഏതോ മരത്തിന്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ച് ഉമർ തങ്ങൾ കുറെ ദൂരത്തുകൂടെ സിദ്ദീഖ് തങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പുരയിലേക്ക്, ഒരു ചെറിയ കൊച്ചു വീട്, ഒരു ഹട്ട്, ചെറിയ വീട്. 1 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു, തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട്. ഉമർ തങ്ങൾ ഒളിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു വീട്ടുകാരോട്, അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് വൃദ്ധയായൊരു ഉമ്മൂമ്മ, അലൈക്കും അസ്സലാം. വാതിൽ തുറന്നു കൊടുത്തു. നോക്കുമ്പോ ഈ ഉമ്മാക്ക് കണ്ണ് കാണൂല, കണ്ണ് കാണാത്തൊരു ഉമ്മയാണ്. ആരെ ചെയ്യുന്നറിയോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പവറിലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രസിഡന്റ് ഓഫ് ദ കൺട്രി. അത്രയും വലിയ സ്ഥാനമാണ് അന്ന് ഖലീഫ. ആ ഖലീഫ ഒരു കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു വന്നൊരു കർമ്മം ഉമർ തങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇത് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഉമ്മ, ഇവിടെ വന്നു പോയ ആളാരെങ്ങൾക്ക് അറിയോ? ഇല്ല മോനെ, എനിക്കറിയൂല. ആളെ പേര് എനിക്കറിയൂല, പറഞ്ഞു തന്നിട്ടില്ല. ആളിപ്പോ എന്താ ഇവിടെ വന്ന് ചെയ്തത്? അയാൾ എന്നും വരും, രാവിലെ എന്റെ വീട് നടിച്ചു വരും, വൃത്തിയാക്കും, എന്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. എത്ര കാലമായി? കുറെ വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് അറിയോ? എനിക്ക് ആളറിയില്ല. പൊട്ടിക്കരഞ്ഞോളൂ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ പണി ചെയ്തത്? നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ഈ പണി ചെയ്യും. ഇങ്ങനെ ആരും ഇപ്പോൾ മിനിമം 4 ഫോട്ടോഗ്രാഫറൊപ്പം കൊണ്ടുപോലെ നമ്മള്. ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറയണേ. അല്ല, അങ്ങനെ നമ്മളൊരു ചെറിയ ചെടി നടുകയാണ്. ഒരു ചെറിയ ചെടിയുടെ അതിങ്ങനെ പിടിച്ചിട്ട് അപ്പതാ മന്ത്രി നടുന്നു. മന്ത്രി നട്ടിട്ടുണ്ടാവില്ല, അത് പിടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. മന്ത്രി കൊടുത്ത് അപ്പതാൻ അടുത്ത കൊടുത്ത് വെച്ചിട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മളെന്താ ഫോട്ടോ ചെയ്യാ? മന്ത്രി ഇതാ എന്താണ് ഇന്നാലിന്റെ കർമ്മങ്ങൾ ഒന്നും ചെയ്യാ. നമ്മൾ ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നവർ വലിയ ശിക്ഷ ഉണ്ടാവുന്ന. ഇന്ന്
അന്ന് ഒരുപാട് വലിയ കാര്യം ചെയ്തു, ആരും അറിയണ്ട. എന്തേ? ഇത് അള്ളാഹു അറിഞ്ഞാൽ മതി. മിനിമം ആ ഉമ്മയോട് പറയൂലേ, ഇന്ന ആള് ഇത് ഞാനാണ്, ആളെ പരിചയം അതുപോലും ചെയ്തില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫയാകുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഖലീഫ അതിനർത്ഥം എന്താണെന്നറിയോ? നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന ചില സർക്കൽമങ്ങൾ വേണം. നമ്മളും പഠിച്ചവനെ മാത്രം അറിഞ്ഞാൽ മതി. ഒരു മഹാൻ 40 വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് പുരക്കാർ അറിഞ്ഞിട്ടില്ല. 40 വർഷം കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ, അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും. ഭാര്യ എന്ത് ചെയ്യും? ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയക്കും. പിന്നെ രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ബൾബൊന്നും ഇല്ലല്ലോ. സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകും. മഗ്‌രിബ് ആകുമ്പോൾ വരേക്ക് എത്തും. ഇയാൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു. ഒന്നിടവിട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. രാത്രി ഭക്ഷണം വരെ പോയി കഴിക്കും. സുബ്ഹാനല്ലാഹ്, നോമ്പില്ലാത്തന്ന് അദ്ദേഹം കഴിക്കും. ഇങ്ങനെ 40 വർഷം കഴിഞ്ഞ് മരിക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ 40 വർഷം ഒന്നിടവിട്ട് സുന്നത്ത് നോമ്പ് നോറ്റിരുന്ന മനുഷ്യനാണ്. റമളാൻ മുഴുവൻ നോക്കും, റമളാൻ കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ആൾട്ടർനേറ്റീവായിട്ട് ഒരു ദിവസം നോമ്പെടുക്കും. പിന്നെ ഇഫ്തിർ യൗമൻ വയസൂമു യൗമൻ, സൗമു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് അങ്ങനെയായിരുന്നു. അങ്ങനെ നോമ്പെടുത്തത് പുരക്കാരോ ഭാര്യ വിചാരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാത്രി ഭക്ഷണം ഇയാൾ നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകൾ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ്. നമ്മൾ 4 ആളെ അറിയിക്കുകയാണ്. ഈ അറിയിപ്പ് നമുക്ക് നാളെ നഷ്ടപ്പെടുത്തും. നമ്മുടെ അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, 4 ആൾ അറിഞ്ഞു, അത് വിഷയമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞാൻ ഒറ്റക്ക് പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ സുന്നത്ത് നിസ്കരിക്കുകയാണ്, ജുമുഅയോ ജമാഅത്തോ നടക്കുന്ന സമയമല്ല, ഞാൻ നിസ്കരിക്കുമ്പോ ഞാൻ അള്ളാഹുക്ക് വേണ്ടി മാത്രം നിസ്കരിച്ചതാ നബിയെ. പക്ഷെ ഒരാൾ അവിടെ കടന്നു വന്നപ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം തോന്നി. അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ, എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ നബിയെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, മനസ്സിന്റെ ഉദ്ദേശം അതായിരുന്നില്ലല്ലോ. ലക അജ്റുൽ ഇലൻ അജ്റുൽ ഇലനി വ അജ്റു സിർ, നിങ്ങൾ രഹസ്യമാക്കി ചെയ്തതിന്റെ കൂലിയും നിങ്ങളുടെ കർമ്മം പരസ്യമായതിന്റെ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് തരും. എന്തേ കാരണം എന്നറിയോ? അവര് ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല, നിസ്കരിച്ചത്. ഇപ്പൊ നമ്മുടെ ഇബാദത്തുകൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ആയിക്കോട്ടെ മതി. നമ്മൾ ആരെയും കാണിക്കണ്ട. മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കും ചിലർക്ക്. അങ്ങനെയാണ് ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ആ മനുഷ്യന്റെ ഇടത് കൈയിൽ 2 ചെരുപ്പുകൾ ഉണ്ടാകും. ഇടത് കൈയിൽ 2 ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളൊക്കെ നോക്കി, ഞാനാ വരാൻ പോണത്. നോക്കുമ്പോ ഒരു സാധുവായ മനുഷ്യൻ വന്നു, 2 ചെരുപ്പുകൾ ഇതേപോലെ ചെരുപ്പ് ഇടത് കയ്യിൽ പിടിച്ചിട്ട് വന്നു. സ്വഹീഹായ ഹദീസ്. അവിടെ വന്നിരുന്നു, ആരൊന്നും പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞതുമില്ല, തങ്ങൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു. അതും വലിയൊരു വിഷയമാണ്. നമ്മൾ ഈ യോഗങ്ങളും ഈ സ്റ്റേജ് കിട്ടുമ്പോഴേ ആൾക്കാരെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല. ആള് വരുന്നതിന്റെ മുമ്പൊക്കെ പറയാനുള്ള വേണമെങ്കിൽ പറഞ്ഞോളേ, ആളെ ഇരുത്തിയിട്ട് പറയരുത്. ഒന്നുമില്ല, ഈ കേൾക്കുന്ന മനുഷ്യന് തോന്നൂല, ഞാൻ തിരക്കേടില്ലല്ലോ. അത് തോന്നുന്നത് കിബറാണ്, അഹങ്കാരം എന്നതിന്റെ പേര്. മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതമൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുകഴ്ത്തി പറയരുത്, വല്ലാണ്ട് നല്ല തീരെ പുകഴ്ത്തി പറയരുത്. ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ പറയാം, ആള് കേൾക്കാത്ത സമയത്ത് അങ്ങനെ പറയേണ്ട ഉദ്ദേശം. നമ്മളങ്ങനെ പറയാൻ ഇരുത്തിയിട്ട് എങ്ങനെ പറയാം? ഇവർക്ക് ഇരുത്തി പറയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല, എന്നാലും 2 വാക്ക് പറയട്ടെ. എന്താ പറഞ്ഞത്? അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും. ഒരാൾ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കും. നമ്മൾ പള്ളിക്ക് ഒരു 10 ലക്ഷം രൂപ തന്നൊന്ന് വിചാരിക്കുക, ഉദാഹരണം പറയാം. മുപ്പരത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് മുപ്പർക്ക് സ്വീകരണം, ഒരു അവാർഡും ഒരു പൊന്നാടയൊക്കെ അണിയിക്കുമ്പോൾ, യാ അള്ളാ, ഞാൻ ഇപ്പൊ ചെയ്തത് ഉഷാറായിക്കണല്ലോ എന്ന് ഇയാൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയി. അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്കർമ്മം നഷ്ടപ്പെടുത്തും. ഇപ്പൊ പ്രത്യേകിച്ച് മൈക്കൊക്കെ ഉള്ള കാലല്ല, അങ്ങനെ പറഞ്ഞു എന്താ അനൗൺസ്മെന്റുകളൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ പുകഴ്ത്തരുത്. മുഖത്ത് നോക്കി മൂമേ താരീഫ് കർണ ഖത്ൽ കർണേക്കാ ബറാബർ, അങ്ങനെ പറയാം. മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന് തുല്യാണെന്നാണ്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. ഇന്നങ്ങനല്ല, മുഖത്ത് നോക്കി പറയാതിരുന്നാൽ കൊല്ലുന്നതിന് തുല്യാണെന്ന് അല്ലേ. ഇരുത്തിയിട്ട് ഇന്നെ പറ്റി ഒന്ന് പറഞ്ഞു, എന്റെ പേരെന്താ മുപ്പര് പറഞ്ഞിട്ടില്ലേ,
അവർ ചെയ്തതിന് അള്ളാഹു കൂലി കൊടുക്കട്ടെ. അവരുടെ അഭാവത്തിൽ പറയണം, അവരിരുത്തിയിട്ട് പറയാൻ പാടില്ല. ഒന്നുമല്ല, വെറുതെ ഒരു ഗൾഫുകാർക്കാണ് അസുഖം, പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് ഇതിൻ്റെ അസുഖമുള്ളത്. വല്ല ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഗൾഫുകാർക്ക് വന്ന ഒരു അസുഖമാണിത്. വല്ലാണ്ട് ഈ ഫോട്ടോത്തിന് മുമ്പിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞത്, നാലാളെ അറിയിക്കുക എന്ന് പറഞ്ഞത് ഒരു അസുഖമാണ്. എന്താ ചെയ്യുക? ഓരോരോ അസുഖം, നാട്ടിൽ കുറേ അസുഖമല്ലേ, അതിൽപ്പെട്ട ഒരു അസുഖം ഗൾഫുകാർ കിട്ടിയത് അതാണ്. ഈ ഷോക്കേസ് ചെയ്യുക, ഷോ ഓഫ്. കുറച്ചും കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അയാൾ ചെരുപ്പ് പിടിച്ചു വന്ന് അവിടെ ഇരുന്നു. നബി തങ്ങളുടെ ക്ലാസ് കേട്ട് പോയി. രണ്ടാമത്തെ ദിവസം തങ്ങൾ ഇതേ വാക്ക് പറഞ്ഞു, ഇദ്ഖുലു അലൈക്കും റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട്. യഹ്മിലുന അലൈഹി ബിയസാരി, ഇടത് കൈയിൽ തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇതേ ആളാ പിറ്റേന്ന് വന്നു, അങ്ങനെ തന്നെ വന്നു. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, യാ അല്ലാഹ്, ഈ മനുഷ്യന്റെ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം. ഇയാൾ ചെയ്യുന്ന മഹാകർമ്മം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ 10 സ്വഹാബികൾ, നമ്മൾ അശ്റത്തുൽ മുബശ്ശരീൻ എന്ന് പറയില്ലേ, സ്വർഗത്തിൽ പോകുന്ന 10 പേർ, അത് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ 10 പേരാ. ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് ആളുകൾക്ക്. അതിൽപ്പെട്ട ഒരാൾ ഇയാളാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ പിന്നാലെ പോവാണ്. എന്താണ് ഇയാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം, അതെനിക്കും ചെയ്താൽ ഞാനും രക്ഷപ്പെടുമല്ലോ. ഇയാളെ പിന്നാലെ കൂടി. രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് പുറക്ക് പോകാൻ പറഞ്ഞു, അല്ലേ ഞാനും വാപ്പിയും തമ്മിൽ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്, അതുകൊണ്ട് പുരക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളുടെ പുരക്ക് നിൽക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കോ? ആയിക്കോട്ടെ, എന്നെന്താ കുഴപ്പം. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ പോയത് മൂപ്പര് രാത്രി എത്ര നിസ്കരിക്കുന്നത്, മൂപ്പര് എന്തൊക്കെയാ ഓതുന്നത്, മൂപ്പര് എന്തൊക്കെയാ സൽക്കർമ്മം, ഇതൊക്കെ നോക്കാനാണ് ഞാൻ പോയത്. രാത്രി കാര്യമായ സുന്നത്ത് നിസ്കാരം ഞാൻ കണ്ടില്ല. സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റു, ഞാനും മൂപ്പര് ഒരുമിച്ച് പള്ളിക്ക് വന്നു. നിസ്കാരം കഴിഞ്ഞു, മൂപ്പര് തിരിച്ചുപോയി, ഞാനും പോയി ഭക്ഷണം കഴിച്ചു. പകല് നോമ്പോറ്റു, അന്ന് നോമ്പൊന്നുമില്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല, മൂപ്പര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. യാ അല്ലാഹ്, ഞാൻ ഇന്ന് പിന്നെ ക്ഷീണമായിട്ട് നാളെ ഉണ്ടാവുന്നു. നാളെ നോക്കി രണ്ടാമത്തെ ദിവസം ഇതേപോലെ. പിന്നെ 3 ദിവസമാണല്ലോ അതിഥി എന്ന പ്രയോറിറ്റി കിട്ടുക. 3 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സൽക്കാരൊക്കെ നിർത്തി നോർമൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ് അതിഥികൾ. അതിഥി എന്ന് പിന്നെ അപ്പൊ പറയില്ല. അപ്പോ 3-ാമത്തെ ദിവസവും കാര്യമായ ഒരു മാറ്റം കാണില്ല. ആ സമയത്ത് ഇയാളോട് പറഞ്ഞു, അല്ല സഹോദര, നിങ്ങൾ വന്നിരുന്ന 3 സദസ്സുകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ വിശേഷണം പറഞ്ഞിട്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയ കർമ്മം എന്താ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഞാൻ കാര്യമായിട്ട് ഒന്നും കണ്ടിട്ടില്ല, ഞാനൊക്കെ ചെയ്യുന്ന അത്ര തന്നെ നിങ്ങളും ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവാണ്. ഞാൻ വാപ്പാനായിട്ട് വലിയ കുഴപ്പമുണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചതാണ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നാ ശരി കേട്ടോ, പോട്ടെ, അസ്സലാമു അലൈക്കും. പോയപ്പോ ഇയാൾ തിരിച്ചു വിളിച്ചു, ഇവിടെ വരിൻ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, വലിയൊരു സ്വഹാബിയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. വാപ്പയും സ്വഹാബിയാണ്, അവര് സ്വഹാബിയാണ്. ചോദിച്ചു, അല്ല പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്ക് തോന്നുന്നത് എന്റെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ല, ഇതാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം. നിങ്ങളെ കണ്ട ഇബാദത്ത് അത്രയൊക്കെ തന്നെ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ വലിയ ഇബാദത്ത് എടുത്ത് മറിയുന്ന ആളൊന്നുമല്ല, വളരെ കുറച്ചുള്ളൂ. പക്ഷേ എന്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും ഒരു അസൂയയോ എന്ത് പകപോക്ക്, ഇതൊന്നും എന്റെ ഹൃദയത്തിലില്ല. അതെ, ശരി, എന്നായിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു, നബിയെ, ഞാൻ ഇയാളുടെ കൂടെ കൂടി നബിയെ, കാര്യമായി ഒന്നും കണ്ടില്ല. പക്ഷെ മൂപ്പരിനോട് പറഞ്ഞ വിഷയം എന്താണെന്നറിയോ നബിയെ, മനസ്സിൽ ആരോടും ഒരു വെറുപ്പില്ല എന്നാ പറഞ്ഞത്. അതന്നെ അതിന് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് സ്വർഗം കിട്ടാൻ കാരണം. ഫർള് നിസ്കരിക്കണം, ഫർളായ വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്യണം, കാര്യമായ അമലുകളൊന്നുമില്ല. ഹൃദയം കൊണ്ട് വലിയ അമല് ചെയ്യാൻ പറ്റും. ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലതാ. അള്ളാഹുവിന് വേണ്ടി മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാൻ, ശത്രുവിനെയും മിത്രങ്ങളെയും സ്നേഹിക്കാൻ പറ്റും. അള്ളാഹുവിന് വേണ്ടി ഹൃദയം എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു കൽബുണ്ടാവുക, നന്മ പറയുന്ന ഒരു നാവുണ്ടാവുക, ചീത്ത പറയാത്ത, ചീത്ത വിളിക്കാത്തൊരു നാവുണ്ടാവുക, ചീത്തയെ പറ്റി ചിന്തിക്കാത്തൊരു മനസ്സുണ്ടാവുക. മതി മതി മതി, വലിയ അമലാണ്, വലിയ കർമ്മമാണ്. അത് ആരും അറിഞ്ഞില്ല. ഈ സ്വഹാബി കൂടെ ചെന്ന് പുരയിൽ കിടന്നുറങ്ങി 3 ദിവസം താമസിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മുമാക്ക് ചെയ്തു കൊടുത്ത സേവനം കണ്ടപ്പോ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഉമർ തങ്ങൾ പറഞ്ഞതാ, ഇനി ഒരിക്കൽ ഞാൻ ഇതുപോലെ ആരും അറിയാതെ ഒരു നന്മ എനിക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കണം, എനിക്കും ഇങ്ങനെ ചെയ്യണല്ലോ.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ ഖലീഫയാവുന്നത് വലിയ രസമാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോൾ അല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് പോലും ഭൂമി ലോകത്ത് മറവ് ചെയ്യാതെ 3 ദിവസം നിർത്തിയിട്ടുണ്ട്. 3 ദിവസം എംബാം ചെയ്തിട്ടല്ല, പക്ഷെ ആ ശരീരത്തിന് സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് 3 ദിവസം. ഈ തെരഞ്ഞെടുപ്പ് ആരെയാണ് ഖലീഫയാക്കേണ്ടതെന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലാണ് ഇതുവരെ ഭൂമിയിലെ ഖലീഫ. ഇനി നബി തങ്ങൾ ഭൂമിന്റെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോവാണ്. അതുകൊണ്ട് അടുത്ത ഒരാൾ, നമ്മുടെ അഡ്ഹോ കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, അടുത്ത ഒരാളെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മേലെ തന്നെ നിന്നോട്ടെ, മറവ് ചെയ്യണ്ട എന്ന് സ്വഹാബത്തിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ നിർത്തി തെരഞ്ഞെടുപ്പുണ്ടായി. തെരഞ്ഞെടുപ്പുണ്ടായ ഒരു വലിയ രസമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ ഉമർ, കൈ നീട്ടി എന്ന് പറഞ്ഞു. കൈ നീട്ടുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്യാൻ. എന്തേ അബൂബക്കർ? ഉമർ, നിങ്ങളുടെ ഈ ഉമ്മത്തിന്റെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഉമർ, ഞാൻ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ചെയ്യൂല. ഞാനോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കണം. ഉമർ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങൾ കൈ നീട്ടി, നിങ്ങളാണ് ഖലീഫയാവേണ്ടത്, നിങ്ങൾ കൈതരി, ഞങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്യാണ്, നിങ്ങളാണ് ഖലീഫ, കൈ നീട്ടി എന്ന് പറഞ്ഞു. ഉമറേ, ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നതിന്റെ ശേഷം ഈ ഒരു മണ്ടത്തരമല്ലാതെ വേറൊരു മണ്ടത്തരങ്ങളെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്നെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ കൈതരേന്ന്. നമ്മളൊക്കെ എങ്ങനെ പറയാം? ഞാൻ തന്നെയല്ലേ സ്ഥാനാർത്ഥിയാവേണ്ടത്, എന്നെ തന്നെയല്ലേ ആക്കേണ്ടത്, അല്ലാഹ് ഞാൻ റെഡിയാണ്. അവര് പറയാം, എന്നെ ആക്കല്ലേ, ഞാനില്ല, എന്നെ പറ്റൂല. സിദ്ദീഖ് തങ്ങൾ പറയാം, ഉമറേ, മാ റഅയ്തു മിൻക ലഹ്ഫതൻ ഗൈറ ഹാദാ, ഇതല്ലാത്ത ഒരു വേണ്ടാത്തരം, നിങ്ങളൊരു മണ്ടത്തരം ചെയ്തെന്റെ കണ്ണുകൊണ്ട് ഇതല്ലാത്ത ഞാൻ കണ്ടിട്ടില്ല ഉമറേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിന്റെ കൈ പിടിച്ച് ഞാൻ ഖലീഫാണെന്ന് നിങ്ങൾ പറയേ? പറ്റില്ല അബൂബക്കർ, നിങ്ങളാവേ പറ്റൂ, നിങ്ങളാവണം, നിങ്ങൾക്ക് അല്ലാഹു അതിന് കരുത്ത് തരും. ഉമറേ, നിങ്ങളുടെ ഈ വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് എന്റെ കരുത്ത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാം, പക്ഷേ എന്റെ കരുത്ത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഖലീഫ സ്ഥാനത്തേക്ക് വന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇനി എന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു നന്മ ഞാനും അല്ലാഹു മാത്രം അറിഞ്ഞെന്ന് ചെയ്തേക്കും. അങ്ങനെ മദീനയിൽ ഊരു ചുറ്റുന്ന സമയം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അവിടെ ഒരു സ്ട്രാൻഡഡ് ട്രാവലേഴ്സ്, യാത്ര തുടരാൻ പറ്റാതെ വിഷമിച്ചു പോയ ഒരു യാത്രാ സംഘം ഒരു ഫയർ ഇങ്ങനെ കണ്ടു, ഒരു ചെറു തീ. അടുത്തേക്ക് വന്നപ്പോ ഒരു വാപ്പ വിളക്ക് കത്തിച്ച് ഒരു പാത്രം വെറുതെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, ഞങ്ങൾ മദീനയിലേക്ക് പോവാണ്, പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ട്, മക്കളൊക്കെ കരയുന്നുണ്ട്, കുട്ടികൾ, രാത്രി പാതിരായിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് മക്കള് വിചാരിച്ചോട്ടെ, വിശന്ന് അവരുടെ ഉറങ്ങിക്കോട്ടെ, രാവിലെ എന്തെങ്കിലും സംഘടിപ്പിക്കാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചപ്പോ, എന്തെങ്കിലും പോകുന്നു ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഖലീഫ ഉമറിനെ കാണാൻ പോവാണ്. ആരെ ചോദിക്കുന്നത്? ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖലീഫ ഉമറിനെ കാണാൻ പോകും. കേട്ടുപരിചയമുള്ള ആളായിരിക്കും. അങ്ങനെയുണ്ട് ആൾക്കാർ കേട്ടുപരിചയം, കണ്ടുപരിചയം ഉണ്ടായില്ല. ഞാൻ കാണാൻ വേണ്ടി പോവാണ്, കുറച്ച് റേഷൻ കിട്ടണം, നിങ്ങൾ വളരെ പച്ചപ്പാവങ്ങളാ, എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ട്രഷറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോവുകയാണ്. ശരി, ആരാ? ടെന്റിൽ എന്റെ ഭാര്യ ഉണ്ട്. എന്തേ? അവർക്ക് പ്രസവ വേദന വന്നിട്ടുണ്ട്, പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോ അതൊക്കെ കഴിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വിശ്രമിച്ചതാണ്. ആരാ ഉള്ളത്? ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ കുട്ടികളെ പുറത്ത് നോക്കുകയാണ്, അവൾ പ്രസവ വേദന അനുഭവിക്കുകയാണ് ഉള്ളിൽ. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്കിക്കട്ടെ, ഞാൻ ഇപ്പോൾ വരാം. ഓടിച്ചെന്നു തന്റെ വീട്ടിലേക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന് വേണ്ടി കർമ്മം ചെയ്യാൻ, മുഅ്മിനെ പടച്ചവന് വേണ്ടി ചെയ്യാൻ ഓടിച്ചെന്നു. അന്ന് ഉമർ തങ്ങളുടെ ഭാര്യയുണ്ട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം. നബി തങ്ങൾക്ക് മകളുണ്ട് ഉമ്മു കുൽസൂം, മരിച്ചു, വഫാത്തായി. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളുണ്ടായിരുന്നു. അലി തങ്ങൾക്ക് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകൾ. അവരാണ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം. അവരോട് ചോദിച്ചു, ഉമ്മു കുൽസൂം, കാര്യമായ ഒരു പുണ്യം ചെയ്യാൻ ഒരു അവസരം ഉണ്ട്, നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. പാതിരാത്രി, നമ്മളൊക്കെ പാതിരാത്രി വന്ന വാതിലിനെ എങ്ങനെ തുറന്നുതരാ? പെണ്ണുങ്ങളൊക്കെ എന്തായിരിക്കും അവസ്ഥ? കയറി വരുന്ന നേരം കണ്ടോ? നിങ്ങൾ വേദം മണ്ണാൻ കെട്ടാന്ന് പറഞ്ഞ് പോയിട്ട് ഈ പാതിരാത്രിയാണ് വരുന്നത്, ഉറക്കെ സ്വീപ്പാക്കി എന്നൊക്കെ പറയില്ലേ പെണ്ണുങ്ങള്. ഉമ്മു കുൽസൂം വാതിൽ തുറന്നു കൊടുത്തു. പാതിരാത്രി ചോദിക്കാണ്, നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കർമ്മമുണ്ട്, വരുന്നുണ്ടോ?
ഞാൻ റെഡിയാണ്. എന്താണ് ആ ഭാര്യയും ആ ഭർത്താവും? ഞാൻ റെഡിയാണ്. എന്താണെന്നറിയാം ഉമ്മു കുൽസൂം? അവിടെ ഒരു യാത്രക്കാർ വന്നൊരു പെണ്ണ് പ്രസവിക്കാറായിട്ടുണ്ട്. അവൾക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. ഞാൻ കുറച്ച് തുണി കഷ്ണം, ആവശ്യമുള്ള വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കും. ഞാൻ കുറച്ച് വിറകും ഗോതമ്പും ഞാൻ എടുക്കാം. നിങ്ങൾ സാധനം കൊടുത്ത് റെഡി ആയിക്കോളൂ. പാതിരാത്രി ഇങ്ങനത്തെ ഒരു കുടുംബം, നന്മയെ സ്നേഹിക്കുന്ന കുടുംബം, ഇസ്ലാം ലോകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 23 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കിയ സമൂഹത്തിന്റെ മനസ്സ് ഇതായിരുന്നു. പൊതുപ്രവർത്തനം, ജനങ്ങളെ സഹായിക്കുക, റിലീഫ് പ്രവർത്തനം, പാവപ്പെട്ടവർക്ക് എന്തും കൊടുക്കാൻ തയ്യാർ. ഞാൻ റെഡിയാണ്. പാതിരാത്രി ഉറക്കത്തിന് എഴുന്നേറ്റിട്ടാ മഹദി പറഞ്ഞത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഞാൻ റെഡിയാണ്. എന്നാ കയറിക്കോ. കുതിരപ്പുറത്ത് കയറി. ഉമർ തങ്ങൾ കുറച്ച് വിറകൊടുത്തു, ഗോതമ്പെടുത്തു. ഉമ്മു കുൽസൂം ആ പ്രസവത്തിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവര്. ആരായി പോകുന്നത്? നമ്മൾ പ്രസിഡന്റിന്റെ ഭാര്യയെ ഫസ്റ്റ് ലേഡി എന്നാ പറയാ അല്ലെ, രാജ്യത്തിന്റെ പ്രഥമ വനിത. ആ പ്രഥമ വനിതയാണ് ഇപ്പൊ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ആരുടെ പ്രസവം എടുക്കാനായി പോകുന്നത്? ഏതോ ഒരു പെണ്ണിന്റെ, മുസ്ലിമത്താണ്, ഏതോ നാട്ടിൽ നിന്ന് വന്ന പെണ്ണ്. നമുക്ക് പ്രസവം എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെലവാണ് ഇപ്പോ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് പ്രസവം വലിയ ചെലവല്ലേ? പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ വേലക്കാരെ നിർത്തണം. ഒരു പണിയും ചെയ്യൂല, ഓർക്ക് ബാക്കിയുള്ളൊരു പണി ചെയ്ത് കൊടുക്കണം അല്ലെ. കുട്ടിനെ കുളിപ്പിക്കാനും ഭക്ഷണം പാകം ചെയ്യാൻ വൃത്തിയാക്കാനും അവരെ വിഷയമുണ്ടോ? എന്നാ സ്വിച്ചിട്ടല്ലേ, ആ സ്വിച്ച് പോലും അവൾക്ക് ഇടാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. ആര്? അവൾക്ക് വേറെ നിറച്ച് പൈസ കൊടുക്കും വേണം, എല്ലാം ചെയ്തു കൊടുക്കണം. അവരങ്ങോട്ട് അതിഥിയായി കൊണ്ടുവന്ന പോലെ. അങ്ങനത്തെ പണിക്കാരെ എന്ന് കിട്ടാനുള്ളത് അല്ലേ? പണിക്കാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാര്യ വീട്ടുകാർക്കും ഭർത്താവിന്റെ വീട്ടുകാർക്കും മാനക്കേടല്ലേ? വിളിച്ചുകൊണ്ടുവരെ കിട്ടുന്ന കാശിന് അവരെ നിർത്തിയ പണിയൊക്കെ നമ്മൾ ചെയ്യണം. അവര് പേരിനൊരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കള്ളപ്പണി ചെയ്യുന്ന പണിക്കാരെന്നുള്ളത്. അന്ന് ഈ പണി ചെയ്യാൻ പോകുന്നത് ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പോയി. നിങ്ങൾ എന്ത് ചെയ്യാ? ഭക്ഷണം പാകം ചെയ്തോളി, ഗോതമ്പേ റൊട്ടി ഉണ്ടാക്കിക്കോളി, ഈ പെണ്ണിന്റെ വേണ്ട ശുശ്രൂഷ ഞാൻ ചെയ്തോളാം. ഞാൻ ടെന്റിനുള്ളിലേക്ക് പോയി. ഏതോ പാതിരാത്രി മരുഭൂമിയുടെ നടുവിലായി നടക്കുന്നത്. മരുഭൂമിന്റെ നടുവിൽ ടെന്റ് കെട്ടിയിട്ട്, അന്ന് യാത്രക്കാരെ ടെന്റ് കൊണ്ടാ നടക്കുക. പിന്നെ എവിടെ ചെന്നാൽ താമസിക്കാൻ ടെന്റ്, അവരുടെ വീട് കൂടെ ഉണ്ടാവും. അതാണ് നൊമാഡ്സ്. രാത്രിയായി ഉമർ റളിയല്ലാഹു അൻഹു ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാൻ. ആര്? അമീറുൽ മുഅ്മിനീൻ കിസ്റും കൈസറും കേട്ടാൽ വിറക്കുന്ന മഹാൻ. ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഉമർ തങ്ങളുടെ ഇസ്ലാമായി വന്ന ആദ്യകാലം, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തൊക്കെ ഭയങ്കര ഒരു ഹോട്ട് ടെമ്പേർഡാന്ന് വിചാരിക്കും. എന്ത് കണ്ടാലും നബിയെ വാളെടുത്ത് ഞാൻ തലവെട്ടട്ടെന്ന് ചോദിക്കും. അതാണ് ഉമർ തങ്ങൾ ആദ്യകാലം. പക്ഷെ ഭരിക്കുന്ന കാലം, രണ്ടാമത്തെ സ്റ്റേജ്, ഉമർ തങ്ങൾ പച്ചപ്പാവായിരുന്നു, വളരെ പാവാണ്. അതുകൊണ്ടാ ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത്. ഉമർ റളിയല്ലാഹു തആല പച്ചപ്പാവായിരുന്നു, പച്ചപ്പാവം. ഒരാൾ വന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാ. ഒരു ഭാര്യ വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ടേ ഉമർ തങ്ങളെ വിളിച്ചിട്ടൊന്ന് ഉമർ തങ്ങളെ ഉപദേശിച്ച ഭാര്യ നന്നാവെന്ന് വിചാരിച്ചിട്ട് വന്നതാ. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാ. എന്ത് പരാതി? ഭാര്യനെ വല്ലാണ്ട് ചീത്ത പറയേണ്ട ഉമർ തങ്ങൾ, നിങ്ങൾ ഓളൊന്ന് ഉപദേശിക്കണം, നന്നാക്കണം. വന്നു നോക്കുമ്പോൾ ഉമർ തങ്ങളുടെ ഭാര്യ പൊരിഞ്ഞ ഡയലോഗ് ഇങ്ങോട്ട്. സുബ്ഹാനല്ലാഹ്. വാതിൽക്ക് മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോ വാതിൽ തുറക്കണ കേൾക്കുന്നത് ഉമർ തങ്ങളെ ചീത്ത പറയണ വാക്കാ. അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. വാതിൽ ഉമർ തങ്ങൾ തുടങ്ങുമ്പോ ഇയാള് പുറത്തിറങ്ങി പോവുക. അല്ലല്ല, എന്തിപ്പോ പോണത്? ഞാൻ ചോദിക്കാം, പിടിച്ചീരും വലുത് എന്ന് പറഞ്ഞ പോലെ ഞാനൊരു കുഴപ്പമുണ്ടായിട്ട് വന്നത്, അതിന് വലിയ കുഴപ്പങ്ങളെ പുറക്കുണ്ടാകുമ്പോ നിങ്ങൾക്ക് ഇരിക്കുക, എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല, എന്റെ പെണ്ണുങ്ങളെ നാവ് വല്ലാണ്ട് കൂടുതലാ. നിങ്ങളുടെ പെണ്ണുങ്ങളെ നോക്കുമ്പോ എന്റെ പെണ്ണ് ഇതിനേക്കാളൊക്കെ താഴെയാണ്. അത്ര എന്നായിരിക്കേ. ഒന്നുമല്ല, ഇവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരല്ലേ, ഇവരെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ, ഇവര് നമ്മുടെ വസ്ത്രം അലക്കി തരുന്നില്ലേ, പിന്നെ നാവ് കുറച്ചു കൊടുക്കുക, അത് നമുക്ക് സഹിക്കാം. ഇതൊക്കെ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാം ഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയാറുണ്ട്, പെണ്ണുങ്ങൾ നിങ്ങൾ അങ്ങനെ ഭർത്താക്കന്മാരോട് നാവിടുക ചെയ്യലണ്ട. എന്തല്ല ഭർത്താക്കന്മാർ ഉമർ തങ്ങളാവില്ല. ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവമൊക്കെ ഉണ്ടാണ് ഭർത്താക്കന്മാരോട് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. വെറുതെ കുടുംബം കലക്കാൻ വേണ്ടി ഇഷ്ടം അത് അറിഞ്ഞെന്ന് പറയല്ലേ. നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ നല്ല പെണ്ണുങ്ങളായിട്ട് തന്നെ ജീവിക്കുക. നല്ല അച്ചടക്കമുള്ള, ഒതുക്കുള്ള, ശബ്ദ ഉയർത്തി സംസാരിക്കാത്ത, സ്നേഹമുള്ള പെണ്ണുങ്ങളായിട്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ തങ്ങളുടെ ലേറ്റർ ജീവിതം അങ്ങനെയാണ്. രണ്ടാം ഘട്ട ജീവിതം അങ്ങനെ ഭയങ്കര മൈൽഡാണ്, സോഫ്റ്റ് ആയിട്ടുണ്ട്. യാ അല്ലാഹ്. മഹാനായ ഉമർ തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി.
ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കും, പിന്നെ വാപ്പയോട് തിന്നാൻ പറയും, കുട്ടികൾക്ക് കൊടുക്കും, വാപ്പക്ക് കൊടുക്കും. ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്കുക, ചപ്പാത്തി ഉണ്ടാക്കണം. ഇവർക്കറിയില്ല ഇവരെ കാണാനായി ഇവർ പുറപ്പെട്ടത്, ഈ ഉമർതങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ അങ്ങേയറ്റെന്ന് പുറപ്പെട്ടത്. പക്ഷെ ഈ ഖലീഫയാണ് തങ്ങൾക്ക് ഈ സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയൂല. എപ്പോഴറിഞ്ഞെന്നറിയോ? ഈ പെണ്ണ് പ്രസവിച്ചത് ഒരാൺകുഞ്ഞാണ്. അപ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഉമർ തങ്ങളുടെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബശ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ അഖാക ബിൽ വലദ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു ആൺകുട്ടി പിറന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തേക്കണം. അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരാളെ മാത്രമേ ആ ലോകത്ത് വിളിക്കപ്പെടൂ. യാ അല്ലാഹ്, ഇത് അമീറുൽ മുഅ്മിനീനോ? ഇതാണോ അമീറുൽ മുഅ്മിനീൻ? അയാളോട് എഴുന്നേറ്റുന്നു, പിടിച്ചിരുത്തി. യാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങളാണ് അമീറുൽ മുഅ്മിനീൻ. അതിനെന്താ, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്നത് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ. ഈ നന്മ ഉമർ തങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനോട് ആരോടും പറയല്ലേ എന്ന്. ലോകം ഈ സംഭവം അറിഞ്ഞത് എപ്പോഴെന്നറിയോ? ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ, എനിക്ക് ഇങ്ങനെ അനുഭവം അന്ന് മരുഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, അതാരോടും പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഇനി പറയാലോ, ഉമർ തങ്ങൾ വഫാത്തായില്ലേ. അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത്. ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാണ്, ആരും കാണാനല്ല, ആരും അറിയാനല്ല. അതുകൊണ്ടാണ് നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ഒരു നന്മ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളും പടച്ചവനും മാത്രം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു യതീമിന്, വിധവയായ ഒരു സഹോദരിക്ക്, കണ്ണു കാണാത്തൊരു ഉമ്മാക്ക്, ഒരു വൃക്കരോഗിക്ക്, ഒരു ക്യാൻസർ രോഗിക്ക്, ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അല്ലാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം. മറ്റു റിലീഫിനൊക്കെ സഹായിച്ചേക്കണം, അതിനൊക്കെ സഹായിച്ചേക്കണം. പക്ഷെ നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇബ്ലീസ് ഇങ്ങനെ പറയല്ല, നാളെ അറിയണ്ടേ, എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയാം, നമ്മൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഒന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, കുറച്ച് പാണത്തൂർ അങ്ങോട്ടൊക്കെ പറ്റും. നമ്മളും പടച്ചോനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളിയിൽ എടുത്തു കൊടുക്കുക. നമ്മളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും അറിയും. അതൊന്നും വേണ്ട, നിങ്ങളും പടച്ചോനും. ഞാൻ സ്റ്റേറ്റ് മാറിപ്പോയാൽ അറിയില്ലല്ലോ. എവിടെയെങ്കിലും ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹുവിന്റെ കയ്യിൽ പൈസ തന്നാൽ ഒരു പുരക്കായില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന പുരക്കുള്ള മുറ്റത്തിന്റെ നമ്മുടെ ഫ്ലോറിങ്ങിന്റെ കാശ് മതിയാവും വലിയൊരു പള്ളി ഉണ്ടാക്കാൻ, അല്ലേ? നമുക്ക് ദുനിയാവിൽ പുരയില്ലേ, ആഖിറത്തിൽ പുര വേണ്ടേ? മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ, ഒരു പ്രാവിന് ഇരിക്കാവുന്ന സ്ഥലേ ഉള്ളൂ, അത്രക്ക് ചെറിയ പള്ളി ഉണ്ടാക്കിയാലും ബനല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ ജന്ന, നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ അല്ലാഹു പുര പണിത് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 5 ആൾക്ക് നിസ്കരിക്കാനേ പറ്റുള്ളൂ. ഈ സ്റ്റേജിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത പള്ളിയാണ്, എന്നാലും സ്വർഗ്ഗത്തിൽ അല്ലാഹു പുര തരുന്നത്. അപ്പൊ നമുക്കൊരു വീടായി കഴിഞ്ഞോ, ഇനി ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒരു വീട് എടുക്കും. അത് നാട്ടിലാവുന്ന മനുഷ്യന്മാരൊക്കെ അറിയാം. നാട്ടിലത്തെ പള്ളിക്കൊക്കെ സഹായിച്ചേക്കണം. പക്ഷെ നമ്മളും അല്ലാഹു മാത്രം ചോർന്നൊലിക്കുന്ന പള്ളികളും തമിഴ്നാട്ടിലൊക്കെ എന്താ യു പിയിലും ബീഹാർക്കും ഒന്നും എത്തണ്ട, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെയല്ലേ. അപ്പൊ അവരെ സഹായിക്കുക. നമ്മളും പടച്ചോനും മാത്രം അറിയുന്ന രീതി. ഇതാണ് മുഖ്ലിസീൻ, അല്ലാഹുവിന്റെ നന്മ പടച്ചവന് മാത്രമായി ചെയ്യുന്ന ആളുകൾ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നോമ്പും നമ്മൾ ചെയ്യുന്ന ഖുർആനും ആരാരും അറിയാതെ ഉക്തുമു ഹസനാതികും, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ മറച്ചു പിടിക്കണില്ലേ, എന്നാ ചെയ്യുന്ന നന്മയും കുറച്ച് മറച്ചു പിടിക്കണം, അത് പരസ്യമാക്കണ്ട. മഹദി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ, അൽ അദവിയ്യത്തുൽ മിസ്രിയ്യ, അൽ അദവിയ്യത്തുൽ ബസ്രിയ്യ റളിയല്ലാഹു തആല അൻഹ മഹദിയാൻ പറയാണ്, നമ്മൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെക്കണം, പരസ്യമാക്കരുത്. പരസ്യമായി പോയി അതിന് കുഴപ്പമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല വിഷയം, ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടിയാണ്. എന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചത് അല്ലാഹുവിന്റെ അടുത്ത് പൊരുത്തം കിട്ടാനാണ്. ഞാൻ ഹറാമിലേക്ക് പോവരുത്, വിചാരത്തിലേക്ക് പോവരുത്. എന്റെ മക്കളെ ഞാൻ വളർത്തിയത് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടാനാണ്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് നാളെ പരലോകത്തേക്ക് പോകുമ്പോഴേക്ക് ഉപകാരപ്പെടാനാണ്.
സഹോദരിമാർ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ച് ശരീരം മറച്ച് നടന്നത് എന്റെ ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ടല്ല, നാട്ടുകാർ മൊത്തം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആയി. അല്ലല്ല, അള്ളാഹു വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. യാ നിസാ അന്നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയെ, മുഅ്മിനീങ്ങളോട് പറയണം, പെണ്ണുങ്ങളോടൊക്കെ പറയണം, അവർ മേൽത്തട്ട വസ്ത്രം ധരിച്ച് മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് അവൾ നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണം എന്ന അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ റസൂലിന് ഇറങ്ങിയ സമയത്ത് അൻസ്വാരികളായ സ്വഹാബിമാർ അവരുടെ പുരകളിൽ ചെന്ന് പെണ്ണുങ്ങൾക്ക് ഇത് ഓതിക്കൊടുത്തു. മുഖമക്കന ചെയ്യാനും മുഖം മറക്കാനും ശരീരത്തിൽ മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണമെന്നും അള്ളാഹുവിന്റെ ആജ്ഞയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരായ പെൺകുട്ടികളെല്ലാം പാകമായ ഒരു ഷാള് കിട്ടട്ടെ, എന്നാ പിന്നെ ഞാനൊരു മഫ്ത വാങ്ങട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ അവരവർ സൂക്ഷിച്ചു വെച്ച വസ്ത്രങ്ങൾ ചെല്ലുകയും ആ വസ്ത്രങ്ങളെ കൊണ്ടവർ ശരീരം മറക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത പെണ്ണുങ്ങൾ നിഅമ നിസാഉൽ അൻസ്വാർ, അൻസ്വാരികളായ പെണ്ണുങ്ങൾ വളരെ നല്ലവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പ്രയാസം വന്നിട്ടില്ല. കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലത്താ, ബാർ ലൈസൻസ് അന്ന് പൊരിഞ്ഞ കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലം മദീനയിൽ, യസ്രിബിൽ. അത് മദീനയായി മാറി. ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ പടച്ചോനെ എത്രയോ പൈസയല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത്, ആയിക്കോട്ടെ ആഖിറം നഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന കള്ളുകൾ വഴിയിലേക്ക് ഒഴുക്കിക്കളഞ്ഞ് അള്ളാഹുവിന്റെ നിയമത്തെ സ്വീകരിച്ചവരാണ് വിശ്വാസികൾ. അള്ളാഹു വേണ്ടി കുറച്ച് ബിസിനസ് നഷ്ടമുണ്ടാവും. നമ്മൾ പലിശ ഇടപാടുകളാണ്, അങ്ങനെ ബിസിനസ് ഉണ്ട്, അള്ളാഹ് ചെയ്തു പോയത് വലിയ കുറ്റാണ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് പലിശ ഏർപ്പാടുകൾ. ഞാനത് ചെയ്യുന്നില്ല, പറ്റിപ്പോയി, പഠിച്ചോണ്ട് പോക്കുന്നു ചോദിച്ചു, ഇനി ഞാനില്ല, അതിന് ജോലി നഷ്ടപ്പെട്ടു ആയിക്കോട്ടെ, എന്നാലും എന്റെ ആഖിറം നഷ്ടപ്പെടില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കുക. നമ്മളൊക്കെ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റമദാൻ തിരിച്ചു പോവാൻ, നമ്മളും തിരിച്ചു പോകേണ്ടവരാണ്. നമ്മൾ ഇവിടുന്ന് കലിമ ചൊല്ലി പോണം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഈ മാസം യാത്ര ചോദിക്കുകയാണ്. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ വി ഓൾ ബിലോങ് ടു അല്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ അള്ളാഹുവിനോട് നന്മ ചോദിക്കും, ഇവിടെ അള്ളാഹു നമുക്ക് നന്മ തരണം, നാളെ പരലോകത്ത് നന്മ തരണം. കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം. ഏത് പണി ചെയ്യുകയാണെങ്കിലും വെറുതെ ചിരിക്കുന്നത് പോലും അതാണ്. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് സ്വതക്കയാണ്. അത് പെണ്ണുങ്ങൾ അന്യ ആണുങ്ങളോട് ചിരിക്കുന്നതിനെ പറ്റിയല്ലേ, അത് ഹറാമാണ്, കുറ്റകരമാണ്. ചെറുപ്പക്കാരന്റെ പെണ്ണുങ്ങളോട് ചിരിക്കില്ല, ഹറാമാണ്, കുറ്റകരമാണ്. മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് തപസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്ക് വല്ലാത്തൊരു ഒരു മധുരമുള്ള സംഗതിയാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത്. മനുഷ്യൻ എപ്പോഴും കഠിന ഹൃദയരായിരിക്കരുത്, മുഖത്ത് പ്രസന്നത വേണം, ബശാശത്ത് വേണം. അത് ഭയങ്കരമായ സന്തോഷം നൽകാൻ പറ്റും താൻ സമീപിക്കുന്ന ആളുകൾക്ക്. സലാം പറയുന്നതിന് ഏറ്റവും കൂലിയുള്ളത് ആർക്കാണെന്നറിയോ? ആരാണോ അക്സറുഹും ബിശ്റ, മുഖത്ത് ആരുടെ മുഖത്താ ഏറ്റവും നല്ല സന്തോഷമുള്ളത്. ഈ മുഖം ഇങ്ങനെ ഇരുണ്ട് നിൽക്കുക. ചില സംഘടനക്കാരെ കണ്ട മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന ഇവരെന്ത് ഏത് സംഘടനപ്പെട്ടവരാണ്. മുഖത്ത്